ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 37 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 38 മുതൽ 43 വരെയുള്ള 6 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി ഫൽയഅതി മുസ്തമിഉഹും ബിസുൽത്താനിൻ മുബീൻ. അം ലഹുൽ ബനാതു വലകുമുൽ ബനൂൻ. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. അം യുരീദൂന കൈദൻ ഫല്ലസീന കഫറൂ ഹുമുൽ മകീദൂൻ. അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അവിശ്വാസികളെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങളായിരുന്നു, ചിന്തിപ്പിക്കുന്ന കുറേ ചോദ്യങ്ങൾ. എന്ന് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ 9 ചോദ്യങ്ങൾ കഴിഞ്ഞു. ആകെ 15 ചോദ്യങ്ങളാണ് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുള്ളത്. അതിൽ ഇനി 6 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആ 6 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഈ ആയത്തുകളിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി. അം അതല്ല, അല്ലെങ്കിൽ അതോ, ലഹും അവർക്കുണ്ട്. അം ലഹും അതല്ല അവർക്കുണ്ടോ, അല്ലെങ്കിൽ അതോ അവർക്കുണ്ടോ. സുല്ലമുൻ, സുല്ലമ് കോണി. യസ്തമിഊന, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു, ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടു, ചെവി കൊടുത്ത് കേട്ടു. യസ്തമിഉ ശ്രദ്ധിച്ച് കേൾക്കും, ശ്രദ്ധിച്ച് കേൾക്കുന്നു. യസ്തമിഊന അവർ ശ്രദ്ധിച്ച് കേൾക്കും, അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഫീഹി അതിൽ. അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി അതല്ല അവർക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്ന വല്ല കോണിയുമുണ്ടോ. ഫൽ യഅതി, ഫ എന്ന് പറഞ്ഞാൽ എന്നാൽ, യഅതി അതാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. അതിൻ്റെ കൂടെ ബി എന്ന് ചേർക്കുമ്പോൾ അതാ ബി കൊണ്ടുവന്നു എന്നാവും. ഇവിടെയും അതുപോലെ ഒരു ബി വന്നിട്ടുണ്ട്. അത് തൊട്ട് ശേഷമല്ല, ആ മുസ്തമിഉഹും എന്ന് കഴിഞ്ഞതിന് ശേഷം ബി സുൽത്താനിൻ, അവിടെ ആ സുൽത്താൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബി ഉണ്ടല്ലോ, അത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതാ ബി കൊണ്ടുവന്നു, യഅതി ബി കൊണ്ടുവരും, കൊണ്ടുവരുന്നു. അതിൻ്റെ മുമ്പിൽ ലീ ചേർക്കുമ്പോൾ ആ യഅതി എന്നുള്ളതിൻ്റെ നീട്ടിൽ നഷ്ടപ്പെടും. ലി യഅതി എന്നാവും. ലി യഅതി ബി കൊണ്ടുവരട്ടെ. അതിൻ്റെയും മുമ്പിൽ ആ ഫ വരുമ്പോൾ ഫ ലി യഅതി ബി എന്നുള്ളത് ഫൽ യഅതി എന്നാവും. ഫൽ യഅതി ബി എന്നാൽ കൊണ്ടുവരട്ടെ. മുസ്തമിഉഹും, മുസ്തമിഅ കേൾക്കുന്നവൻ, ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ, ഹും അവരിലെ, അവരിലെ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ എന്നാൽ കൊണ്ടുവരട്ടെ. ബി സുൽത്താനിൻ, ആ ബി എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ യഅതിയിലേക്ക് ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഇനി സുൽത്താൻ, സുൽത്താൻ എന്ന് പറഞ്ഞാൽ രേഖ അല്ലെങ്കിൽ ലക്ഷ്യം, ആധിപത്യം അല്ലെങ്കിൽ അധികാരം എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അപ്പോൾ വല്ല രേഖയും ആ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ കൊണ്ടുവരട്ടെ. മുബീൻ എങ്ങനെയുള്ള രേഖ, മുബീൻ വ്യക്തമായ, സ്പഷ്ടമായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി ഫൽ യഅതി മുസ്തമിഉഹും ബി സുൽത്താനിൻ മുബീൻ. അവർക്ക് കയറി നിന്നുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്ന വല്ല കോണിയുമുണ്ടോ. ഉണ്ടെങ്കിൽ അവരിലെ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ വല്ല രേഖയും, വ്യക്തമായ വല്ല രേഖയും കൊണ്ടുവരട്ടെ. അടുത്തായത് അം ലഹുൽ ബനാത്തു വലക്കുമുൽ ബനൂൻ. അം അതല്ല, അല്ലെങ്കിൽ അതോ, ലഹു അവന്, അല്ലെങ്കിൽ അവനുണ്ട്. അം ലഹു അവനാണോ, അല്ലെങ്കിൽ അവനുണ്ടോ. അൽ ബനാത്തു പെൺകുട്ടികൾ, പെൺമക്കൾ. ബിൻത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ബനാത്ത്, പെൺമക്കൾ, പെൺകുട്ടികൾ. വലക്കും എന്നാൽ നിങ്ങൾക്ക്, വാവ് അത്തഫിൻ്റെ വാവാണ്. വ ലക്കും, ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്. വലക്കും എന്നാൽ നിങ്ങൾക്ക്. അൽ ബനൂൻ, ഇബ്നുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ബനൂൻ. ഇബ്നുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ആൺമകൻ. ബനൂൻ
ആൺമക്കൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അം ലഹുൽ ബനാത്തു വലക്കുമുൽ ബനൂൻ, അവന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണോ. അടുത്തായത് അം തസ് അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്കലൂൻ, അം അതോ അല്ലെങ്കിൽ അതല്ല, തസ് അലുഹും സഅല ചോദിച്ചു, യസ് അലു ചോദിക്കും ചോദിക്കുന്നു, തസ് അലു നീ ചോദിക്കും നീ ചോദിക്കുന്നു, തസ് അലുഹും ഹും എന്ന് പറഞ്ഞാൽ അവരോട്, നീ അവരോട് ചോദിക്കുന്നു. അം തസ് അലുഹും അതോ നീ അവരോട് ചോദിക്കുന്നുവോ, അല്ലെങ്കിൽ അതല്ല നീ അവരോട് ചോദിക്കുന്നുവോ, അജ്റൻ വല്ല പ്രതിഫലവും. ഫഹും എന്നിട്ട് അവർ, ഫ എന്നിട്ട് ഹും അവർ, ഫഹും എന്നിട്ട് അവർ, മിൻ മഗ്റമിൻ, മഗ്റം എന്ന് പറഞ്ഞാൽ കടബാധ്യത, മിൻ എന്ന് പറഞ്ഞാൽ അതിനാൽ, മിൻ മഗ്റമിൻ കടബാധ്യതയാൽ, മുസ്കലൂൻ, മുസ്കലൂൻ എന്ന് പറഞ്ഞാൽ ഭാരപ്പെടുന്നവർ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അം തസ് അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്കലൂൻ, അതല്ല താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുന്നുവോ, എന്നിട്ട് അതിനാൽ അവർ കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരാകുന്നുവോ. അടുത്തായത് അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അം അതോ അല്ലെങ്കിൽ അതല്ല, ഇൻദഹും ഇൻദ അടുക്കൽ, ഹും അവരുടെ, അം ഇൻദഹും അതല്ല അവരുടെ അടുക്കലുണ്ടോ, അല്ലെങ്കിൽ അതോ അവരുടെ അടുക്കലുണ്ടോ, അൽ ഗൈബു, ഗൈബ് എന്ന് പറഞ്ഞാൽ അഭൗതികമായ അറിവ്, അദൃശ്യജ്ഞാനം എന്ന് പറയാറുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് അഭൗതികമായ അറിവ് എന്ന് പറയുന്നതായിരിക്കും. അതായത് നമുക്ക് കാണാൻ കഴിയാത്ത, അതിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത, തൊട്ട് നോക്കാൻ കഴിയാത്ത, മണത്ത് നോക്കാൻ പറ്റാത്ത, രുചിച്ച് നോക്കാൻ പറ്റാത്ത ആ തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് അഭൗതികമായ അറിവ്, അഭൗതിക ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അം ഇൻദഹുമുൽ ഗൈബു അതോ അവർക്ക് അഭൗതികമായ അറിവുകളുണ്ടോ, ഫഹും എന്നിട്ട് അവർ, യക്തുബൂൻ കതബ എഴുതി, യക്തുബു എഴുതും എഴുതുന്നു, യക്തുബൂൻ അവർ എഴുതും അവർ എഴുതുന്നു, എന്നിട്ട് അവർ എഴുതുകയാണോ എഴുതി വെക്കുന്നുണ്ടോ. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ അതല്ല അവർക്ക് വല്ല അഭൗതികമായ അറിവുമുണ്ടോ, അതവർ എഴുതി രേഖപ്പെടുത്തുന്നുണ്ടോ എഴുതി വെക്കുന്നുണ്ടോ. അടുത്തായത് അം യുരീദൂന കൈദം ഫല്ലസീന കഫറു ഹുമുൽ മക്കീദൂൻ, അം അതല്ല അല്ലെങ്കിൽ അതോ, യുരീദൂന അറാദ ഉദ്ദേശിച്ചു, യുരീദു ഉദ്ദേശിക്കും ഉദ്ദേശിക്കുന്നു, യുരീദൂന അവർ ഉദ്ദേശിക്കും അവർ ഉദ്ദേശിക്കുന്നു, അം യുരീദൂന അതോ അവർ ഉദ്ദേശിക്കുന്നുവോ, അല്ലെങ്കിൽ അതല്ല അവർ ഉദ്ദേശിക്കുന്നുവോ, കൈദൻ വല്ല തന്ത്രവും. ഈ കൈദൻ എന്നുള്ള വാക്ക് അവിശ്വാസികളുടെ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ തന്ത്രം എന്നോ കുതന്ത്രം എന്നോ അർത്ഥം കൊടുക്കാം. അതേസമയം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് പറയുമ്പോൾ തന്ത്രം എന്നുള്ള അർത്ഥം മാത്രമാണ് കൊടുക്കുക. കാരണം അള്ളാഹുവിന് കുതന്ത്രം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു തന്ത്രം പ്രയോഗിക്കും, അത് കുതന്ത്രമല്ല. കുതന്ത്രം എന്ന് പറയുമ്പോൾ അത് ചതിയും വഞ്ചനയൊക്കെയാണ്. ശരി, അപ്പോൾ ഇവിടെ അം യുരീദൂന അതോ അവർ ഉദ്ദേശിക്കുന്നുവോ, കൈദൻ വല്ല തന്ത്രവും, ഫല്ലസീന കഫറു ഫ എന്നാൽ അല്ലസീന കഫറു കഫറ അവിശ്വസിച്ചു, കഫറു അവർ അവിശ്വസിച്ചു, അല്ലസീന കഫറു അവിശ്വാസികൾ അവിശ്വസിച്ചവർ, ഹും അവർ തന്നെയാകുന്നു, അൽ മക്കീദൂൻ തന്ത്രത്തിലകപ്പെടുന്നവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അം യുരീദൂന കൈദം ഫല്ലസീന കഫറു ഹുമുൽ മക്കീദൂൻ അതല്ല അവർ വല്ല തന്ത്രവും ഉദ്ദേശിക്കുന്നുവോ, എന്നാൽ അവിശ്വാസികൾ അവർ തന്നെയാകുന്നു തന്ത്രത്തിലകപ്പെടുന്നവർ. അടുത്തായത് അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹി സുബ്ഹാനല്ലാഹി അമ്മ യുശ്രിക്കൂൻ, അം അതോ, ലഹും അവർക്കുണ്ടോ, ഇലാഹുൻ വല്ല ആരാധ്യനും, ഗൈറുല്ലാഹി അള്ളാഹു ഒഴികെ, ഗൈർ ഒഴികെ, ഗൈറുല്ലാഹി അള്ളാഹു ഒഴികെ, അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹി അതോ അവർക്ക് അള്ളാഹു ഒഴികെ അള്ളാഹു അല്ലാത്ത മറ്റു വല്ല ആരാധ്യനും ഉണ്ടോ, സുബ്ഹാനല്ലാഹി സുബ്ഹാന മഹാപരിശുദ്ധൻ, സുബ്ഹാനല്ലാഹി അള്ളാഹു മഹാപരിശുദ്ധനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ശരിക്കും അവിടെ സുബ്ഹാനല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്നാണ്, വാഴ്ത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്രിയ അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സാധാരണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആ രൂപത്തിലാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നുള്ള നിലക്കാണ്.
അള്ളാഹു മഹാപരിശുദ്ധൻ എന്നുള്ള അർത്ഥവും കൊടുക്കാം. അപ്പോൾ സുബ്ഹാനല്ലാഹി, അള്ളാഹു മഹാപരിശുദ്ധനാണ്. അമ്മ യുശ്രിക്കൂൻ, അൻ മാ യുശ്രിക്കൂൻ എന്നാണ് ശരിക്ക്. അഷ്റക്ക എന്ന് പറഞ്ഞാൽ പങ്കു ചേർത്തു, യുശ്രിക്കു പങ്കു ചേർക്കും, പങ്കു ചേർക്കുന്നു, യുശ്രിക്കൂൻ അവർ പങ്കു ചേർക്കും, അവർ പങ്കു ചേർക്കുന്നു. മാ യുശ്രിക്കൂൻ, മാ എന്ന് പറയുമ്പോൾ അത്, യാതൊന്ന്. മാ യുശ്രിക്കൂൻ അവർ പങ്കു ചേർക്കുന്നത്. യുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ അവർ പങ്കു ചേർക്കുന്നു, മാ യുശ്രിക്കൂൻ അവർ പങ്കു ചേർക്കുന്നത്. അൻ മാ യുശ്രിക്കൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന്. അപ്പോൾ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രിക്കൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു മഹാപരിശുദ്ധൻ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹി സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രിക്കൂൻ. അതോ അള്ളാഹു അല്ലാത്ത മറ്റു വല്ല ആരാധ്യനും അവർക്കുണ്ടോ? അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു മഹാപരിശുദ്ധനാകുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ ഒരു 6 ചോദ്യങ്ങളിലൂടെ വീണ്ടും ചിന്തയെ തൊട്ടുണർത്തുകയാണ്. അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി ഫൽ യഅതി മുസ്തമിഉഹും ബിസുൽത്താനിൻ മുബീൻ. അതല്ല, അവർക്ക് ശ്രദ്ധിച്ചു കേൾക്കാൻ പറ്റുന്ന വല്ല കോണിയുമുണ്ടോ, വല്ല ഏണിയുമുണ്ടോ? എന്നാൽ അവരിൽ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ വ്യക്തമായ വല്ല രേഖയും കൊണ്ടുവരട്ടെ. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിശ്വാസികൾ പറഞ്ഞിരുന്ന കാര്യമാണ്, നീ ഒന്ന് ആകാശത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വല്ല രേഖയും നീ ഒന്ന് കൊണ്ടുവാ, ഞങ്ങളതൊന്ന് കാണട്ടെ എന്നുള്ളത്. അള്ളാഹു അതേ കാര്യം അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. ഈ കിട്ടിയ ദൃഷ്ടാന്തങ്ങളൊന്നും ശരിയല്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ വല്ല രേഖയുണ്ടോ? നിങ്ങൾക്ക് ആകാശത്തേക്ക് കയറിപ്പോകാൻ പറ്റുന്ന വല്ല കോണിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കോണിയിലൂടെ കയറിപ്പോയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് വല്ല രേഖയും കൊണ്ടുവരാൻ, ആ ശ്രദ്ധിച്ച് കേൾക്കുന്നവന് വല്ല രേഖയും കൊണ്ടുവരാൻ സാധിക്കുമോ? ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ ആ രൂപത്തിൽ വല്ല തെളിവും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അള്ളാഹു തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം അവർക്ക് കാര്യങ്ങൾ വ്യക്തമായതിന് ശേഷവും അത് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി പല ന്യായങ്ങളും പലതരത്തിലുള്ള എതിർപ്പുകളും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം, സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ എത്ര തെളിവ് കൊടുത്താലും മതിയാവില്ല. അതേസമയത്ത് തിരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവും ഉണ്ടാവില്ല, അല്ലേ? സത്യത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുമ്പോൾ ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയാൽ വീണ്ടും മറ്റു തെളിവുകൾ ചോദിക്കും. ഇപ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ, സ്വർഗവും നരകവും ഒക്കെ ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ്? ആരെങ്കിലും മരിച്ചു പോയ ആരെങ്കിലും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഞങ്ങൾ സ്വർഗം കണ്ടു, നരകം കണ്ടു എന്നൊക്കെ? പിന്നെ എങ്ങനെയാണ് അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കുക? എന്നാൽ തിരിച്ച് അവരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാലോ, മരിച്ചു പോയ ആരെങ്കിലും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ സ്വർഗ്ഗം ഇല്ല എന്നുള്ളത്, അവിടെ നരകം ഇല്ല എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയും ചോദിക്കാമല്ലോ. അപ്പോൾ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ളതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു ഇറക്കിയ ദൃഷ്ടാന്തങ്ങളിലൂടെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്താലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അവിടെ നരകമില്ല സ്വർഗമില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവ് വെച്ചാൽ ഒരു തെളിവുമില്ല. ഞങ്ങളുടെ മുമ്പുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെയ്ത് ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ ആരാധനാകർമ്മങ്ങൾ അർപ്പിച്ച് അങ്ങനെ ജീവിച്ചു, അതുതന്നെയാണ് തെളിവ്, അല്ലാതെ വേറെ തെളിവൊന്നുമില്ല. അപ്പോൾ ആളുകൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷവും എതിർക്കുന്ന സ്വഭാവം എല്ലാ കാലത്തും ഉണ്ട്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഒരു കോണി വെച്ച് ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആകാശത്തേക്ക് കയറിപ്പോയി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയത് വരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ വ്യക്തമായ വല്ല രേഖയും ഒന്ന് കൊണ്ടുവരട്ടെ. അതവരുടെ കയ്യിലുണ്ടോ? അം ലഹുമുൽ ബനാത്തു വലക്കുമുൽ ബനൂൻ. അവന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണോ? അവനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്. അതായത് ആളുകൾ, അന്നത്തെ കാലത്തെ സത്യനിഷേധികൾ, അവർ മലക്കുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നതാണ്, അത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ പെൺമക്കളുണ്ടാവുക എന്നുള്ളത് വളരെ ഒരു അപമാനമുള്ള കാര്യമായിട്ടാണ് അവർ ഗണിച്ചിരുന്നത്. അപ്പോൾ അപമാനമുള്ളൊരു കാര്യം അള്ളാഹുവിന് പറ്റുന്നുള്ളതും, അവർക്കൊക്കെ ആൺകുട്ടികളാണ് വേണ്ടത്, ആൺകുട്ടികളുണ്ടെങ്കിൽ നല്ല അഭിമാനമുള്ള രൂപവും. അപ്പോൾ അവർക്ക് ആൺകുട്ടികളും അള്ളാഹുവിൻ്റെതൊക്കെ പെൺകുട്ടികളും ആ രൂപത്തിലാണോ അവർ കരുതിയിരിക്കുന്നത്? അവർക്കൊക്കെ ആൺകുട്ടികളുണ്ടെങ്കിൽ വളരെ അഭിമാനമായി, അപ്പോൾ അഭിമാനമുള്ള കാര്യം അവർക്ക്. അതേസമയത്ത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറയുമ്പോൾ ആ അപമാനമുണ്ടാക്കുന്ന കാര്യം അള്ളാഹുവിനും,
അങ്ങനെയാണോ അവർ ധരിച്ചു വച്ചിരിക്കുന്നത്? അം തസ് അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്കലൂൻ, അതോ താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് കടബാധ്യതയാൽ അവർ ഭാരപ്പെടുന്നവരാകുന്നുവോ? അതായത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരിൽ വലിയ പ്രതിഫലം വാങ്ങിയിട്ട്, അവരുടെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലം വാങ്ങിയിട്ട് അവരാകെ കടബാധ്യതയിൽപ്പെട്ട് ആകെ പ്രയാസപ്പെടുന്നവരാണോ അവർ? അവരുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുക എന്നർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ഈ സത്യദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സക്കാത്തിൻ്റെ അംശം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും ഹറാമാണല്ലോ. അപ്പോൾ അത്രയധികം ആ കാര്യത്തിൽ കണിശത പാലിച്ചിരുന്ന, സൂക്ഷ്മത പാലിച്ചിരുന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആ സത്യനിഷേധികൾക്കുള്ള മറുപടിയായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ളൊരു ചോദ്യമായിട്ട് ആണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്നത്. താങ്കൾ അവരുടെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലമൊക്കെ വാങ്ങി ഈ ദീൻ പ്രബോധനം ചെയ്തു, അങ്ങനെ പ്രബോധനം ചെയ്തതുകൊണ്ട് അവരാകെ കടബാധ്യതയിൽപ്പെട്ടു, അങ്ങനെ അവർ പ്രയാസപ്പെടുന്നവരായതുകൊണ്ടാണോ അവരിത് സ്വീകരിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനം കണ്ടാൽ അങ്ങനെയാണ് എന്നാണ് തോന്നുക എന്നർത്ഥം. അത് അവരെ ആക്ഷേപിക്കുകയാണ്, അവരെ വിമർശിക്കുകയാണ്. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അതോ അവരുടെ അടുത്ത് വല്ല അഭൗതികമായ അറിവുമുണ്ടോ, അതവർ എഴുതി വെക്കുന്നുണ്ടോ? അതായത് താങ്കൾ ഈ പറയുന്ന അഭൗതികമായ അറിവുകൾ അള്ളാഹു കൃത്യമായ വഹയിലൂടെ ഇറക്കിക്കൊടുത്ത് അത് ആളുകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അതൊന്നും അങ്ങനെയല്ല എന്ന് പറയാൻ അവർക്ക് അഭൗതികമായ വല്ല വിവരവും കിട്ടുന്നുണ്ടോ, അതവർ എഴുതി വെക്കുന്നുണ്ടോ? താങ്കൾക്ക് ഈ അഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വ്യക്തമായ തെളിവുണ്ട്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത്, വ്യക്തമായ രേഖകളുണ്ട്. എന്നാൽ അവർക്ക് വല്ല അഭൗതികമായ അറിവുകളും അവർക്ക് ലഭിക്കുന്നുണ്ടോ, അവർക്ക് അഭൗതികമായ അറിവുണ്ടോ ഈ തരത്തിൽ ഇതിനെ എതിർക്കാൻ? ഇവിടെ ഈ 40-41 ആയത്തുകൾ അത് സൂറത്തുൽ ഖലമിൻ്റെ ആയത്തുകളുമായിട്ട് ചേർത്ത് നോക്കുകയാണെങ്കിൽ ഒരേപോലെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അം യുരീദൂന കൈദൻ ഫല്ലസീന കഫറു ഹുമുൽ മക്കീദൂൻ, അതല്ല അവർ വല്ല തന്ത്രവും വല്ല ഉപായവും പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുവോ? ഫല്ലസീന കഫറു എന്നാൽ അവിശ്വാസികൾ, ഹുമുൽ മക്കീദൂൻ അവർ തന്നെയാണ് തന്ത്രത്തിനിരയാകുന്നവർ, അവർ തന്നെയാണ് തന്ത്രത്തിൽ അകപ്പെടുന്നവർ. അതായത് അള്ളാഹുവിൻ്റെ ദീനിനെതിരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന ഈ ആശയങ്ങൾക്കെതിരെ അവർ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുവോ? എന്നാൽ മനസ്സിലാക്കണം, ആ തന്ത്രമല്ല വിജയിക്കുക. അതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന വലിയ തന്ത്രം അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അള്ളാഹുവിന് അതെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും. ഒരുപാട് നമ്മൾ കണ്ടതാണ് ചരിത്രത്തിൽ. കഅബാലയം പൊളിക്കാൻ വന്ന അബ്രഹത്ത് രാജനും ആ ഒരു ആനപ്പടക്കും എന്താണ് സംഭവിച്ചത്? അവർ പ്രയോഗിക്കുന്ന തന്ത്രത്തേക്കാൾ വലിയ തന്ത്രമാണ് അള്ളാഹു പ്രയോഗിച്ചത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ചട്ടം കെട്ടി അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വീട് വളഞ്ഞ സമയത്ത് എങ്ങനെയാണ് ആ അത്രയും ആളുകളുടെ ഇടയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യാതൊരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചത്? എങ്ങനെയാണ് ബദറിൽ വളരെ എണ്ണം കുറവായിട്ട് പോലും, മുസ്ലിങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവായിട്ട് പോലും എങ്ങനെയാണ് ബദറിൽ വിജയിച്ചത്? അപ്പോൾ അവിശ്വാസികൾ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. എന്നാൽ അവർ മനസ്സിലാക്കണം, അവരെന്തൊക്കെ തന്ത്രം പ്രയോഗിച്ചാലും അതിനെയൊക്കെ പരാജയപ്പെടുത്താൻ പറ്റുന്ന തന്ത്രങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് എന്ന് അവർ മനസ്സിലാക്കണം. ആ തന്ത്രത്തിന് ഇരയാകുന്നവർ അവരായിരിക്കും, അല്ലെങ്കിൽ ആ തന്ത്രത്തിൽ അകപ്പെടുന്നവർ അവരായിരിക്കും എന്നവർ മനസ്സിലാക്കണമെന്നർത്ഥം. അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രിക്കൂൻ, അള്ളാഹു അല്ലാത്ത വല്ല ആരാധ്യനും അവർക്കുണ്ടോ? അവർ പലരെയും ആരാധിക്കുന്നുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള പലരും അവരുടെ ആരാധ്യ വസ്തുക്കളാണ്. പക്ഷേ അവരൊന്നും അള്ളാഹുവിനെ പോലെയല്ലല്ലോ. ഏതെങ്കിലും ഒരു പ്രയാസമുള്ള ഘട്ടം വന്നു കഴിഞ്ഞാൽ, മറ്റ് യാതൊരു രക്ഷയുമില്ല എന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞാൽ അവർ കൈ ഉയർത്തിയിരുന്നത് അള്ളാഹുവിലേക്ക് തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ഇവരോടൊക്കെ അവർ പ്രാർത്ഥിച്ചിരുന്നു. ഏതെങ്കിലും ഒരു നിർണായക ഘട്ടം വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിലേക്ക് മാത്രമായിട്ടും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അള്ളാഹുവിൽ അവർ പങ്കു ചേർക്കുന്നുണ്ട്, അള്ളാഹുവിനെ അവർ ആരാധിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ആരാധിക്കുന്നുണ്ട്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, അവർ പങ്കു ചേർക്കുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആ പങ്കാളികളുണ്ടല്ലോ,
അവരിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുമായി ചേർത്ത് അള്ളാഹുവിനെ വെക്കാൻ സാധിക്കൂല. അള്ളാഹുവിനെ ഒരിക്കലും അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റൂല. അതുകൊണ്ട് അവർ പങ്കു ചേർക്കുന്നവരിൽ നിന്ന് അള്ളാഹു മഹാപരിശുദ്ധനാണ്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അം ലഹും സുല്ലമുൻ, സുല്ലമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് വന്നു, ശേഷം യാ ആണ്. യസ്തമിഊന അതിൻ്റെ തുടക്കത്തിൽ യാ ആണ്. യാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സുല്ലമുൻ യസ്തമിഊന, സുല്ലമുൻ യസ്തമിഊന. ഫീഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. അവിടെ നിർത്തുകയാണെങ്കിൽ ഫീ എന്ന് പറഞ്ഞിട്ട് ആ ഹാന് സുക്കൂൻ ഇട്ടിട്ട് വേണം നിർത്താൻ. നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ ഫീഹി എന്ന് പറഞ്ഞിട്ട് ഓതിപ്പോവുക. ഫൽ യഅ്തി മുസ്തമിഉഹും ബി, അവിടെ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നു. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ ആ സുക്കൂനുള്ള മീമിനെ ഒരൽപ്പം മണിച്ചിട്ട്, അവ്യക്തമായ രൂപത്തിൽ മണിച്ചിട്ട് വേണം പാരായണം ചെയ്യാൻ. അവിടെ ഇഖ്ഫാ ഷഫവി എന്ന് പറയും. സാധാരണ മീമിൻ്റെ നിയമങ്ങൾ വരുമ്പോഴാണ് ഇഖ്ഫാ ഷഫവി എന്ന് പറയുക. സാധാരണഗതിയിൽ അധിക സ്ഥലങ്ങളിലും മീമിന് സുക്കൂന് വരുമ്പോൾ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയാണ് വേണ്ടത്. എന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബ വരുമ്പോഴും സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വരുമ്പോഴും നിയമങ്ങളുണ്ട്. ഈ സുക്കൂനുള്ള മീമിന് ശേഷം ബ വരുമ്പോൾ ഇഖ്ഫാ ഷഫവി എന്ന് പറയും. അവിടെ ഒരൽപ്പം അവ്യക്തമാക്കി മണിച്ചിട്ട് പാരായണം ചെയ്യുക. അതേസമയം സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വരുമ്പോൾ ഇദ്ഗാം മുതമാസിലൈനി, അവിടെ ശരിക്കും അവിടെ ഇദ്ഗാം ഷഫവി എന്നും പറയാം. ശരി, അപ്പോൾ മുസ്തമിഉഹും ബി സുൽത്താനിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ബി സുൽത്താനിൻ മുബീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അം ലഹുൽ ബനാത്തു, അവിടെ ലഹു എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പുള്ള അക്ഷരത്തിന്, അതായത് ലാമിന് ഹർക്കത്തുണ്ട്. ശേഷം വന്നത് അൽ ബനാത്തു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള ലാമാണ്. അപ്പോൾ അവിടെ ആ സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ ആ ഹ ഉലമീറിന് ശേഷം ഹർക്കത്തുള്ള അക്ഷരം വന്നിട്ടില്ല. അതുകൊണ്ട് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടോ ചോദിച്ചാൽ ഒരു ഭാഗത്തെ ഹർക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. 2 ഭാഗത്തും ഹർക്കത്ത് വരുമ്പോഴാണ് ഹ ഉലമീറിനെ നീട്ടുക. അപ്പോൾ ഇവിടെ നീട്ടാതെ പാരായണം ചെയ്യണം. ലഹു എന്നേ പറയാവൂ. ലഹുൽ ബനാത്തു വലക്കുമുൽ ബനൂൻ, വലക്കും അൽ ബനൂൻ. അവിടെ വലക്കും എന്നുള്ളിടത്ത് മീമിന് സുക്കൂനാണ് ശരിക്ക്. പിന്നെ അൽ ബനൂൻ എന്ന് പറയുമ്പോൾ അവിടെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമിന് സുക്കൂന്. അപ്പോൾ അവിടെ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരും മീമിന് സുക്കൂനിട്ടാൽ. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ആ മീമിൻ്റെ സുക്കൂനെ മാറ്റി ലമ്മാക്കിയതാണ്. വലക്കുമുൽ ബനൂൻ, അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൽത്തിഖാഉ സാക്കിനീൻ എന്നുള്ള നിയമപ്രകാരം ആദ്യത്തെ സുക്കൂനെ മാറ്റും. അതുകൊണ്ടാണ് ഇവിടെ ആ സുക്കൂനുള്ള മീമിനെ മാറ്റിയിട്ട് ലമ്മുള്ള മീമാക്കിയത്. വലക്കുമുൽ ബനൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അം തസ്അലുഹും അജ്റൻ, അവിടെ ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. എടുത്ത് പറയണം, കട്ടിയിൽ പറയണം, അല്ലെങ്കിൽ വെളിവാക്കി പറയണം. പിന്നെ റാഇന് തെൻവീന് വന്നു, അതിനുശേഷം ഫ ആണ്. അവിടെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അജ്റാ ഫഹും, അജ്റാ ഫഹും. ഫഹും മിൻ, അവിടെ 2 മീമുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂന്, രണ്ടാമത്തേന് ഹർക്കത്തുണ്ട്. അവിടെ ഇദ്ഗാം മുതമാസിലൈനി, ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ 2നെയും കൂടെ ചേർത്ത് ലയിപ്പിച്ചിട്ട് പാരായണം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇദ്ഗാം മുതമാസിലൈനി, അതിൽ തന്നെ മീമായതുകൊണ്ട് ഇദ്ഗാം ഷഫവി എന്നും അതിന് പറയാം. മിൻ മഗ്റമിൻ, മീമിൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു. ആ സുക്കൂന നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പം മിൻ മഗ്റമിൻ, മഗ്റമിൻ മുസ്ഖലൂൻ. അവിടെ മഗ്റമിൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് തെൻവീന് ശേഷം മീമാണ്. മുസ്ഖലൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ മീമാണ്. അപ്പോൾ മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നു. ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മഗ്റമിൻ മുസ്ഖലൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് അം ഐന്ദഹും, ഇൻദ, അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു. ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. ഐന്ദഹും, ഇൻദഹും അൽ ഗൈബു എന്നാണ് ശരിക്ക്. ഹും എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂനാണ് ശരിക്ക്. പക്ഷേ എന്തുകൊണ്ട് അവിടെ ലമ്മാക്കി? നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ സുക്കൂനുള്ള മീം ഇട്ട് കഴിഞ്ഞാൽ അൽ ഗൈബു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമിന് സുക്കൂന്. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരും. അപ്പോൾ ഇൽത്തിഖാഉ സാക്കിനി എന്നുള്ള നിയമപ്രകാരം ആദ്യത്തെ സുക്കൂനെ മാറ്റിയതാണ്. ആ സുക്കൂനുള്ള മീമിനെ മാറ്റി ലമ്മുള്ള മീമാക്കി. അപ്പോൾ ഹുമുൽ എന്നായി. ഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അം യുരീദൂന കെയ്തൻ, അവിടെ കെയ്തൻ എന്നുള്ളിടത്ത് തെൻവീന് വന്നു.
അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിർത്തുകയാണെങ്കിൽ കെയ്ത എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അവിടെ ഫത്ത് തൻവീനുള്ള അക്ഷരമായതുകൊണ്ട് ഫത്ത് തൻവീനുള്ള അക്ഷരത്തിൽ പാരായണം നിർത്തേണ്ടി വന്നാൽ ഫത്ഹ ആക്കിയിട്ട് 2 അക്ഷരം നീട്ടണം. മദ് 70 എന്ന് പറയും. അപ്പോൾ അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ കെയ്ത എന്ന് പറഞ്ഞിട്ട് നിർത്തണം. നിർത്താതെ പോവുകയാണെങ്കിൽ കെയ്തൻ ഫല്ലദീന. അപ്പോൾ അവിടെ അടുത്ത അക്ഷരം ശ്രദ്ധിക്കണം. കെയ്തൻ എന്ന് കഴിഞ്ഞിട്ട് ഫ ആണ്. അപ്പോൾ തൻവീന് ശേഷം ഫ വന്നു. ആ തൻവീനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ കെയ്താ ഫ, കെയ്താ ഫ. ഫല്ലദീന കഫറു ഹുമുൽ മക്കീദൂൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഹും എന്നുള്ളത് ഹുമു എന്നാക്കി. കാരണം അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരുന്ന പ്രശ്നം ഒഴിവാക്കാൻ. ഹുമുൽ മക്കീദൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അം ലഹും ഇലാഹുൻ ഗൈറു. ഇലാഹുൻ അവിടെ തൻവീന് വന്നു, ശേഷം ഗൈനാണ്. ഗൈനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. അപ്പോൾ ഇലാഹുൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കും. ഇലാഹുൻ ഗൈറുല്ലാഹ്. അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ഗൈറുല്ലാഹി എന്നുള്ള അവസാനത്തെ അള്ളാഹു എന്നുള്ള പദത്തിലെ അവസാനത്തെ ഹ എന്ന് സുക്കൂനിട്ടിട്ട് ഗൈറുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ ആ അള്ളാഹ് എന്നുള്ള ആ ഒരു നീട്ടലിനെ വേണമെങ്കിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. അപ്പോൾ ഗൈറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. ഇനി അവിടെ പാരായണം ചെയ്ത് പോവുകയാണെങ്കിൽ, നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ ഗൈറുല്ലാഹി എന്ന് പറഞ്ഞിട്ട് തന്നെ പാരായണം ചെയ്ത് പോവുക. സുബ്ഹാനല്ലാഹി അമ്മ, മീമിൻ്റെ ശബ്ദം മണിക്കുക. യുശ്രിക്കൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി ഫൽയഅതി മുസ്തമിഉഹും ബിസുൽത്താനിൻ മുബീൻ. അം ലഹുൽ ബനാതു വലകുമുൽ ബനൂൻ. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. അം യുരീദൂന കൈദൻ ഫല്ലസീന കഫറൂ ഹുമുൽ മകീദൂൻ. അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി ഫൽയഅതി. അവിടെ എങ്ങനെയാണ് ഫൽയഅതി വന്നു നമ്മൾ സൂചിപ്പിച്ചു. ശരിക്കും അവിടെ അതാ യഅതി, യഅതി എന്നുള്ള മുളാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലി വരുമ്പോൾ ലി യഅതി എന്നാവും. കാരണം ലി വന്നു കഴിഞ്ഞാൽ ആ യഅതി എന്നുള്ള മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. അപ്പോൾ യഅതി എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ ഒരു നീട്ടലിനെ യാഇനെ കളഞ്ഞിട്ടാണ് ജസ്മ് കൊടുക്കുക. അപ്പോൾ യഅതി എന്നായി, ലി യഅതി. അതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഫ അല്ലെങ്കിൽ വാവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലി എന്നുള്ളതിന് എൽ എന്നുള്ള ഉച്ചാരണം കിട്ടും. അപ്പോൾ ഫ ലി യഅതി എന്നുള്ളതാണ് ഫൽ യഅതി എന്നായത്. മുസ്തമിഉഹും ബി സുൽത്താൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് സുൽത്താനിൻ അവസാനത്തെ ആ നൂൻ കസ്ർ തൻവീനിട്ട് എഴുതിയത്. ആ സുൽത്താൻ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുബീൻ. അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപഘടന കിട്ടും. അതുകൊണ്ടാണ് സുൽത്താനിൻ മുബീനിൻ രണ്ടും ഒരുപോലെ എഴുതിയത്. അം ലഹുൽ ബനാത്തു വലക്കുമുൽ ബനൂൻ. അം തസ്അലുഹും അജ്റൻ. തസ്അലു താങ്കൾ ചോദിക്കുന്നു, ഹും അവരോട്, അജ്റൻ വല്ല പ്രതിഫലവും. അപ്പോൾ തസ്അലു എന്ന് പറയുമ്പോൾ അവിടെ അൻത എന്നുള്ളതാണ് താങ്കൾ, നീ എന്നുള്ളതാണ് അവിടെ ഫാഇല്. അതേപോലെ ഹും എന്നുള്ളത് ഒരു മഫ്ഊലും ബിഹി, അജ്റൻ എന്നുള്ളത് മറ്റൊരു മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. സാധാരണഗതിയിൽ ഫത്തഹ കൊണ്ടോ ഫത്തഹ തൻവീൻ കൊണ്ടോ. ഇവിടെ ഹും എന്നുള്ളതിന് അങ്ങനെ ഫത്തഹ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അതേസമയത്ത് അജ്റൻ എന്നുള്ളത് അതിന് നമുക്ക് ഫത്തഹ ഇട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫത്തഹ തൻവീൻ ഇട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ നെസ്ബ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫത്തഹ തൻവീൻ ഇട്ട് കൊടുത്തത്. അജ്റൻ അത് മഫ്ഊലും ബിഹി ആണെന്ന് അർത്ഥം. ഫഹും മിൻ മഗ്റമിൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് മഗ്റമിൻ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ട് എഴുതിയത്. മുസ്ഖലൂൻ. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. അം യുരീദൂന കെയ്തൻ, യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, കെയ്തൻ വല്ല തന്ത്രവും. അപ്പോൾ കെയ്തൻ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അതിന് ഇറാബ് നെസ്ബാണ്. അതുകൊണ്ടാണ് കെയ്തൻ ഫത്തഹ തൻവീൻ ഇട്ട് എഴുതിയത്. ഫല്ലസീന കഫറു ഹുമുൽ മക്കീദൂൻ. അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹ്. ഗൈറുല്ലാഹി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഗൈർ എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം
മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹി എന്ന് കസറിട്ട് എഴുതിയത്. സുബ്ഹാൻ അല്ലാഹി, അവിടെയും ശരിക്ക് സുബ്ഹാന എന്നുള്ളതിനെ അള്ളാഹു എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ ആ ഒരു അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലേഹി ആയതുകൊണ്ട് അതിന് ജറ് കൊടുത്തു, അല്ലാഹി എന്നാക്കി. അമ്മാ യുശ്രിക്കൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.